COVID-19 ലോക്ക്ഡൗൺ സമയത്ത് 2020 റെയിൽവേ ട്രാക്കിലൂടെ നാട്ടിലേക്ക് പോവുകയായിരുന്ന പ്രവാസി തൊഴിലാളികൾ വണ്ടിയിടിച്ച് മരിച്ചു. എവിടെയാണെന്നറിയോ? 2020 മെയ് 8-ാം തീയതി മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനടുത്ത് 16 പ്രവാസി തൊഴിലാളികൾ മരിച്ചു. അവർ റെയിൽവേ ട്രാക്ക് വഴി നടന്നിട്ട് മധ്യപ്രദേശിലേക്കുള്ള യാത്രയിൽക്കിടയിലാണ് മരിച്ചത്. അതിൻ്റെ 3 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനത്തിൽ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. പതിവ് വാർത്താ സമ്മേളനത്തിനിടയിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽ പ്രത്യേകമായി പെടുകയും ഞാനത് എഴുതി വെക്കുകയും ചെയ്യുന്നത്. അതിങ്ങനെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു, ഇപ്പോഴും സെർച്ച് ചെയ്താൽ കാണാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചിലർ ബൈക്കിൽ റെയിൽവേ ട്രാക്ക് വഴി നാട്ടിലേക്ക് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വേണ്ട നടപടികളെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ബസ്സില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ റെയിൽവേ ട്രാക്ക് വഴി ബ്രണ്ണൻ കോളേജിൻ്റെ പിന്നിലുള്ള റെയിൽവേ ട്രാക്ക് വഴി നടന്നിട്ട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുമായിരുന്നു. റെയിൽവേ ട്രാക്ക് വഴി സൈഡിലൂടെ നടന്നു പോകാം. അപ്പോൾ ഇത് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഈ കുട്ടിക്കാല ഓർമ്മ കൂടെ ഉള്ളതുകൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ബസ്സും മറ്റു സംവിധാനങ്ങളും നടന്നു പോകാനൊന്നുമില്ല. അതുകൊണ്ട് റെയിൽവേ ട്രാക്ക് ഇങ്ങനെ നടക്കാനുള്ള രാജ്യം മുഴുവൻ കിടക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് ബൈക്ക് ഓടിച്ച് വരിക എന്ന് വെച്ചാൽ ചാടിയിട്ട് വരികയാണ്. എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്തെ ജീവിക്കുന്ന മനുഷ്യർ മറ്റൊരു സംസ്ഥാനത്ത് വേണ്ടി ജോലിക്ക് വേണ്ടി പോയപ്പോൾ ഇവിടെ അസമെന്നും ബംഗാളിൽ ആളുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചോടാൻ ഇപ്പോൾ പെടാപ്പാടുപെടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ആളുകൾക്ക് യാത്രാ തടസ്സമുള്ളതുകൊണ്ട് ഇവരിങ്ങനെ പോകുന്നല്ലോ എന്നോർത്തപ്പോൾ മുഖ്യമന്ത്രി ഇത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ശരിയാണല്ലോ, ഇങ്ങനെ ഒരു അപകട സാധ്യത ഉണ്ടല്ലോ എന്ന് പ്രത്യേകമായിട്ട് ഓർത്തത് ഈ കാരണങ്ങൾ കൊണ്ട് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ 3 മാസങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിൽ ഇതേ സംഭവം ഉണ്ടായി. റെയിൽവേ ട്രാക്ക് വഴി പോവുകയായിരുന്ന ആളുകൾക്ക് മേൽ വണ്ടി വന്നിടിച്ചിട്ട് 16 പേര് മരിച്ചു. പിന്നെയും ചെറിയ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായി. അപ്പോൾ എന്താണ് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി നമ്മുടെ ഭരണ സംവിധാനം, ഞാനിത് രാഷ്ട്രീയമായിട്ട് പറയുകയല്ല, രാഷ്ട്രീയമായിട്ട് പറയുകയാണെന്ന് കരുതുന്ന ആളുകൾ അങ്ങനെ കരുതിയാലും കുഴപ്പമില്ലെന്ന് വെച്ച് പറയാണ്. നമ്മുടെ ഭരണ സംവിധാനം ഇത്തരം കാര്യങ്ങൾക്ക് മേൽ അതിജാഗ്രതയും അതീവ ശ്രദ്ധയും വെച്ചിരുന്നു. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തിരുന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ ആളുകൾ പിന്നീട് നമ്മളതിൻ്റെ അപകടാവസ്ഥയെ കഴിഞ്ഞപ്പോൾ കോഴിക്ക് ഫുഡ് കൊടുത്തോ എന്നൊക്കെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ചീരക്ക് വെള്ളം നനച്ചോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ അത്രയ്ക്ക് ജാഗ്രതയോടെയാണ് നമ്മുടെ ഭരണ സംവിധാനവും നമ്മുടെ ആരോഗ്യ വകുപ്പും നമ്മുടെ പൊതുസമൂഹമാകെ തന്നെ ഇതിനോട് പെരുമാറിയത്. നമ്മുടെ പൊതുസമൂഹവും കോവിഡിനെ അതീവ ഗൗരവത്തോടെ എടുത്തത്, അല്ലാതെ നിസ്സാരമായിട്ട് ഇതും കടന്നുപോയിക്കൊള്ളുമെന്നല്ല. അതിൻ്റെ ഫലം അവിടെ കിട്ടി.